സ്റ്റീഫൻ ചേട്ടാ, ഇനി വരാൻ പോകുന്നത് നമ്മുടെ അതെടുക്കും ചവച്ചോ. വിളിച്ച പാടൊരു ആപ്പിള്. ഇല്ല, ഇനി നമ്മുടെ ഡിവോഷണൽ റൗണ്ടാ വരാൻ പോകുന്നത്. അപ്പൊ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും, എല്ലാ ആൾക്കാർക്കും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള MG അങ്കിൾ പാടിയ ഒരു ഭക്തിഗാനമാണ്. അതാരാ MG അങ്കിൾ? ഇങ്ങോട്ടും തലതിരിച്ചേ. വാട്ട് എ സർപ്രൈസ്. MG അങ്കിള് മ്യൂസിക് ചെയ്ത് പാടിയ പാട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സോങ്ങുമായിട്ട് ധ്യാൻ കുട്ടനാണ് എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ധ്യാൻ വിശ്വാസ് ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. ശരണം. കറുപ്പും ഒക്കെ ഇട്ട് ഏത് പാട്ടാ മോനെ? ശബരിമല അയ്യപ്പനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. പിന്നെ എന്റെ നാട്ടിലെ പരൂർ പൂതക്കുളത്തെ സ്വയംഭൂവായ ധർമ്മശാസ്താവിനെ നമിച്ചുകൊണ്ടും കൂടെയാണ് ഈ പാട്ട്. സാമവേദം നാവിലുണർത്തി. സാമവേദം ഡീറ്റെയിൽസ് പറയൂ. എഴുതിയത് രാജീവ് ആലുങ്കൽ സാറ്, പിന്നെ മ്യൂസിക് MG സാറ്, പാടിയതും MG സാറാണ്. ആൽബം സ്വാമി അല്ലേ? സ്വാമി അയ്യപ്പൻ. വർഷം 2003. ഈ പാട്ട് നമ്മള് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഞാൻ ഏഷ്യാനെറ്റിലാണ് വർക്ക് ചെയ്തു. അപ്പൊ അവിടെ എല്ലാരും കൂടെ ജയൻ ചെറുകുന്നെന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറുണ്ട്. പുള്ളി പറഞ്ഞു നമുക്കിത് ഷൂട്ട് ചെയ്യാം MG എണ്ണാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി ഇത് ഷൂട്ട് ചെയ്ത് അന്ന് ഇത് ടെലികാസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഒരുപാട് റിക്വസ്റ്റ് വന്നു. ഇത് ചെയ്ത് ഭയങ്കര ഹിറ്റായിട്ട് മാറി. പിന്നെ കൊട്ടാരക്കര ഏകദേശം 8 വയസ്സ് വരെ ഒരക്ഷരം പോലും പറയാത്ത ഒരു കുട്ടി കൊച്ചിലെ തൊട്ട് കേൾക്കുന്ന ഈ പാട്ടാണ്. ഒറ്റ പാട്ടേ കേൾക്കത്തുള്ളൂ, ഇത് മാത്രം. ഒറ്റയടിക്ക് നടന്ന സംഭവമാണ്. ഇവിടെ വന്നിരുന്നു ആ കുട്ടി. സ്റ്റേജിൽ കയറിയിട്ട് ഒരു ഭക്തി ഗാനമേള നടന്നപ്പോഴത്തേക്കും ചുമ്മാ ആരാണ്ട് ചോദിച്ചു മോള് പാടുന്നു എന്ന് പറഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറി ഈ പാട്ട് മുഴുവൻ പാടും. നടന്ന കാര്യം അത്. ഇപ്പൊ നമ്മൾ ഒരിക്കലും ഒരു പാട്ട് ഹിറ്റാവും അല്ലെന്നുണ്ടെങ്കിൽ ഇതാകും എന്ന് പറഞ്ഞിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇത് ആകുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മോൻകുട്ടാ, എന്താ സാർ? മോൻ നന്നായിട്ട് പാടി. ആ. പക്ഷെ ഇതിനകത്ത് ഈ രാഗഭാവം കുറെ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അത് വരുമ്പോഴാണ് ഭക്തിരസം കൂടുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, ആ ഒരു കണ്ടോ ഒരു പിടുത്തം. എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ, തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴീതൽ തുറന്നീടണേ. ആ കൽപ്പാന്തമിഴീതൽ അങ്ങനെ അത്ര ഫാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടത്. ഇനി കൽപ്പാന്തമിഴീതൽ തുറന്നീടണേ, തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ. അങ്ങനെ ഉള്ള ഭാവങ്ങളുണ്ട്. അതുപോലെ തന്നെ കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ, അവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ. അതാണ് പാടിക്കേ. കലികാലം കൺപാർക്കും 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 പരമാർത്ഥ പരമാർത്ഥ പുണ്യമേ, പരമാർത്ഥ പുണ്യമേ. നീ തന്നെയല്ലയോ എൻ ജീവിതം. അവിടെയൊക്കെ മൊത്തം ഫീലാണ്. അപ്പൊ ആ ഫീല് കൊണ്ടുവരുമ്പോഴാണ് ഒന്നുകൂടെ നമുക്ക് ഭഗവാന്റെ അടുത്തുള്ള ഒരു അടുപ്പം തോന്നിക്കുന്ന രീതിയിൽ പാടാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ധ്യാൻ വിശ്വാസ്, എന്താ സാർ? നിന്റെ പേരിലും മൊത്തത്തില്ലാത്തൊരു കലാകാരനുണ്ട്. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് നിന്നിൽ. ആ വിശ്വാസം നീ നന്നായിട്ട് നിലനിർത്തി. എം ജി അങ്കിൾക്ക് ഇത് എല്ലാ റൈറ്റ്സും ഉണ്ട് പറയാൻ. കാരണം എന്താ, ഓഡിയോ റൈറ്റ്സ് ഫുള്ള് അല്ലേ? എല്ലാം കംപ്ലീറ്റ് റൈറ്റ്സ്. അത് കമ്പോസ് ചെയ്ത് അത് പാടി, അതുകൊണ്ടാണ് അത് കിട്ടാത്തതുകൊണ്ടാണ് അത് നിനക്ക് പാടി തന്നിട്ടോ. അതൊരു കമ്പോസറിന്റെ കയ്യിൽ നിന്ന്, പാടിയാളുടെ കയ്യിൽ നിന്ന് നേരിട്ട് നിനക്കത് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ അനുഗ്രഹം. ഇതും കൂടെ പാടുമെന്ന് വിചാരിച്ചു. ഇരുമുടി നിറയും ഇത് മനസ്സാകും പുലിമേലെ വാഴണേ, അതും കൂടെ കേൾക്കാൻ പറ്റുന്നു. ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ, ഇഹപരശാന്തി തൻ അമൃതം അരുളണേ, മനസ്സാകും പുലിമേലെ വാഴണേ. അതാണ് ജന്മശനി നീക്കി ശരിയേകിടേണമേ. അതില് ഇമോഷൻ കിടക്കുന്നുണ്ട് ആക്ച്വലി. ഏറെക്കുറെ നീ അതില് നിന്റെ ഈ പ്രായത്തിലും ഒക്കെ നീ നിന്റെ ബെസ്റ്റ് നീ എത്തിച്ചിട്ട്. പക്ഷെ നിനക്ക് ഇനിയും സ്കോപ്പ് ഉണ്ട്. കാണാം സ്വാമി. സ്വാമി ശരണം. സ്വാമി ശരണം. നീ നല്ല രസമായിട്ട് പാടി. ഇതൊക്കെ ഭക്തരെ സംബന്ധിച്ച് നമുക്കിങ്ങനെയാണെങ്കിൽ, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഈ പാട്ടൊക്കെ അവരത് വെച്ച് പ്രാർത്ഥിച്ചു പോകും. അതാണ് പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിന്റെ ഒക്കെ ഒരു ഗുണം കേട്ടോ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. നല്ല മിടുക്കനായി ഇനിയും വരട്ടെ കേട്ടോ. താങ്ക് യു മാം. So today we are giving you 98 out of 100. താങ്ക് യു സാർ. ആദ്യ ഒരു രാജീവ് ആലുങ്കൽ പൂക്കുട്ടി. താങ്ക് യു സാർ. നിരുട്ടി, നമ്മുടെ റിമി ഇപ്പൊ ഒരു അടിപൊളി പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പൊ ആൽബം എന്ന് പറഞ്ഞോണ്ട് ഇതൊരു ആൽബം സോങ് ആണല്ലോ. ഒരു ആൽബത്തിൽ വെച്ച് കീറിയിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റ് കോസ്റ്റിന്റെ ഈസ്റ്റ് കോസ്റ്റിന് ഒരു ആൽബത്തിൽ പാടാൻ പറ്റുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായി. കാരണം ഇന്നത്തെ സിനിമാ പാട്ടുകൾ പോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസിൽ അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് ആൽബം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സിനിമാ പാട്ടിന് മേലെ നിൽക്കുന്ന അത്ര ഹിറ്റുകളാണ്. അപ്പൊ അത് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം ചെയ്തപ്പോൾ വീണ്ടും എന്ന് പറഞ്ഞൊരു പുതിയ സീരീസ് ഇറക്കിയപ്പോൾ അതിൽ വിളിച്ച് ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അതിന്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞതില്. രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരോ? നമ്മൾ വഴിയാത്രയിൽ കണ്ട പഥികർ മാത്രം. ഇനിയൊരു യാത്രയിൽ കാണാതിരുന്നെങ്കിൽ ഇന്നു ഞാൻ വെറുതെ നനച്ചുപോയി, വെറുതെ നനച്ചുപോയി. ഒന്നും പറയുവാനാളല്ല
കണ്ട പഥികർ മാത്രം നമ്മൾ വഴിയാത്രയിൽ കണ്ട പഥികർ മാത്രം. സൂപ്പർ സൂപ്പർ. അടിപൊളി ചേച്ചി. റിമി കലക്കി കേട്ടാ. ഓ, thank you. അടിപൊളി അടിപൊളി. ഇത് ഏത് സ്റ്റുഡിയോ? ആഹാ, മുതലാളിയുടെ സ്റ്റുഡിയോയില് ശിവചേട്ടൻ സ്റ്റുഡിയോയിലാണ് ഇതൊന്നും അറിയുന്നില്ല. കാരണം അദ്ദേഹം ബോംബെയിലാണ്. സ്റ്റുഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ഒരു മണിക്കൂർ പോലും അവിടെ കയറണമെങ്കിൽ. മീനു, ഞാൻ ഈ ഇടയ്ക്കൊരു അനുഭവം. എം ലോഞ്ച് കേട്ടോ, എം ലോഞ്ച്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് ഞാൻ അറ്റ്മോസിൽ എൻ്റെ സ്റ്റുഡിയോയിൽ ഒരു സീൻ കാണാൻ വേണ്ടി പോകുമ്പോൾ ആഡംബര കാറാണ് നിൽക്കുന്നത്. ഞാൻ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചത് ആരാ അവിടെ? ഞാൻ പറഞ്ഞു ആരോ വർക്കിന് വന്നിരിക്കുക. അപ്പോൾ അകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ സിംഗർ നിന്ന് പാടുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സ്ലീവ്ലെസ്സും ഒക്കെ ഇട്ട് ഭയങ്കര ഒരു, ഞാൻ ശ്രദ്ധിക്കാനും പറ്റില്ല. അപ്പം ഞാൻ അടുത്ത് കയറി ആരാ എവിടുന്ന്? ബോംബെ നിന്നാണ്. ബോംബെ നിന്നുള്ള റിമി ടോം. എന്താ കാര്യം ഞാൻ പറയാം. ഞാന് മിക്കപ്പോഴും റെക്കോർഡിങ്ങിന് വന്ന് എന്തായാലും ജിമ്മിന് പോകുന്ന 12-12:30. അപ്പൊ ഞാൻ ആ സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഒന്നെങ്കിൽ ജിം കഴിഞ്ഞിട്ട് റെക്കോർഡിങ്ങിന് പോകും, അല്ലെങ്കിൽ രണ്ടും ഒരു വഴിക്കാം. അപ്പൊ ഒന്ന് പാട്ട് പാടിയിട്ട് നേരെ ജിമ്മിൽ പോകും. അപ്പൊ ആ ഡ്രസ്സിലാണ് അവിടെ ബേസിക്കലി ഈ മലയാളത്തിന്റെ തനിമയുള്ള പാട്ട് പാടുന്നത് ഫുള്ള് ജിം ഡ്രസ് ഇട്ടിട്ട് നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, തുടരും എന്നുള്ള മോഹൻലാൽ ശോഭന അവരുടെ ചിത്രത്തിലെ 2 പാട്ട് ഞാൻ പാടി. കൺമണി പൂവേം പിന്നെ വേറൊരു പാട്ടും പാടിയത് മ്യൂസിക് ലോഞ്ച് സ്റ്റുഡിയോ. സൂപ്പർ സ്റ്റുഡിയോ. സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ വോയിസ് ഒക്കെ നല്ല മണി പോലെ വരും. ഇത്രയൊക്കെ പറഞ്ഞതിന് ഞങ്ങൾക്ക് ഇനി എന്താണ് ഗുണം? എനിക്കൊരു ഫ്രീ പരസ്യം